ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ ക്വാർട്ടർലി എക്സാമിന് വരാറുണ്ടോ? തീർച്ചയായിട്ടും വരാറുണ്ട്. എന്തായാലും ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. ചാപ്റ്ററിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്. ബ്രിട്ടീഷ് ചെറുത്തുനിൽപ്പും ചൂഷണവും. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറയാൻ പോണത്. നോക്കിയേ നിങ്ങൾ, ഈ ഒരു ചാപ്റ്റർ കാണുമ്പോൾ തന്നെ ഫസ്റ്റിൽ നമുക്കുള്ളത് ബ്രിട്ടീഷുകാര് എവിടെ ഇന്ത്യയിൽ നിന്നും പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി, നമ്മുടെ സമ്പത്ത് കൊണ്ടുപോകാൻ വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള ടാക്സ് സിസ്റ്റം. നമ്മൾ ടാക്സ് എന്നല്ല അതിനെ വിളിക്കുന്നത്, ലാൻഡ് റവന്യൂ സിസ്റ്റം അഥവാ ഭൂനികുതി വ്യവസ്ഥ എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട 3 ലാൻഡ് റവന്യൂ സിസ്റ്റംസ് ആണ്. ഒന്ന് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇത് പഠിക്കണം. എവിടെ നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ ബംഗാൾ, ബീഹാർ, ഒറീസ തുടങ്ങിയ സ്റ്റേറ്റുകളിലാണ്, സംസ്ഥാനങ്ങളിലാണ് നടപ്പിലാക്കിയത്. ഒന്നാമത്തെ കാര്യം, ഇത് പഠിക്കാതെ പോരുത്. പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇതിന്റെ മറ്റൊരു പേര് ജമീൻദാരി സിസ്റ്റം. ഇംപ്ലിമെന്റ് ചെയ്തത് ബംഗാൾ, ബീഹാർ, ഒറീസ. സെറ്റാണ്. 2, റേറ്റ് വാരി സിസ്റ്റം ഓർ റയോത്ത് വാരി സിസ്റ്റം. ഇംപ്ലിമെന്റ് ചെയ്തത് സൗത്ത് ഇന്ത്യൻ റീജിയൻ, നമ്മുടെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര റീജിയനിലായിരിക്കും. മഹൽവാരി എന്നാൽ നോർത്ത് വെസ്റ്റ് റീജിയൻ ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഈ ഒരു ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ല, ഇങ്ങനെയാണ് ഇന്ത്യ എങ്കിൽ, അതാ ഇതിപ്പോ ഇന്ത്യ പോയല്ലോ, ഇങ്ങനെ ഈ ഭാഗം കണ്ടിട്ടില്ല, ഈ ഒരു ഭാഗമായിരിക്കും നമ്മുടെ നോർത്ത് വെസ്റ്റ്. ഈ ഭാഗത്ത് നടപ്പിലാക്കിയതാണ് ഏതെന്ന് പറയുന്നത് അല്ലെ, വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയതാണ് മഹൽവാരി. ഈ ബോക്സിലെ ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കുന്നു ചോദിച്ചാൽ, ചിലപ്പോൾ നമ്മുടെ ഈ നടപ്പിലാക്കിയ റീജിയൻസിലെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാൻ ഒരു സാധ്യത, അല്ലെങ്കിൽ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ എന്തിനെ കുറിച്ച് ചോദിക്കും, ഫീച്ചേഴ്സിനെ കുറിച്ച് ചോദിക്കും. അത് പഠിച്ചിരിക്കണം. ഇവിടെ നിന്നും ചോദിക്കുന്ന 1 വേർഡ് ചോദ്യം, ആരാണ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് നടപ്പിലാക്കിയത്? ലോർഡ് കോൺവാലീസ് അഥവാ കോൺവാലീസ് പ്രഭുവാണ് ഇത് നടപ്പിലാക്കിയെന്നുള്ളത് പഠിക്കണം. പിന്നെ ചോദിക്കുക, റേറ്റ് വാരി സിസ്റ്റവും മഹൽവാരി സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഹൗ ഡിഡ് റേറ്റ് വാരി സിസ്റ്റം ഡിഫർ ഫ്രം മഹൽവാരി സിസ്റ്റം? മഹൽവാരി വ്യവസ്ഥയിൽ നിന്നും റേറ്റ് വാരി സംവിധാനം എങ്ങനെ മാറ്റപ്പെട്ടിരിക്കുന്നു? ഇതിൽ റേറ്റ് വാരി സംവിധാനത്തിന്റെ പ്രത്യേകത, ഫാർമേഴ്സ് അല്ലെങ്കിൽ കർഷകർ ഡയറക്ട്ലി പെയ്ഡ് ടാക്സ്, നേരിട്ട് ടാക്സ് അടച്ച സിസ്റ്റമാണ് റേറ്റ് വാരി സിസ്റ്റം. ആർക്കും സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇവിടെ ലാൻഡിന്റെ ഓണർ ആര് തന്നെയാണ്, ഭൂമിയുടെ ഉടമസ്ഥൻ ആര് തന്നെയാണ്, അത് കർഷകൻ തന്നെയാണ്. പക്ഷെ ഇവർ കൊടുക്കേണ്ട ടാക്സ് റേറ്റ്, നികുതി വളരെ വലുതായിരുന്നു എന്നുള്ളതാണ് പ്രശ്നമാണ്. മൂന്നാമത്തെ മഹൽവാരി സിസ്റ്റത്തിന്റെ പ്രത്യേകത, ദ വില്ലേജ് ഹെഡ്മെൻ വാസ് കളക്റ്റഡ് ബൈ ലാൻഡ് ടാക്സ്. ഭൂമിയിലെ ടാക്സ് കളക്ട് ചെയ്തത് ആരാണ്? അത് ഹെഡ് ഓഫ് ദി വില്ലേജ് അല്ലെങ്കിൽ എന്താണ്, ഗ്രാമത്തലവനാണ് അല്ലേ. ഓക്കെ, വില്ലേജ് ഹെഡ്മൻ ആണ് ജനങ്ങളെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ടാക്സ് റേറ്റ് വളരെ കൂടുതലായിരുന്നു. ഇത് തമ്മിലുള്ള വ്യത്യാസം പഠിക്കാണ്ട് പോകണ്ട. അപ്പൊ അടുത്ത് നമ്മളോട് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എന്താണ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞിരിക്കണം. 1, ഇൻ ദ സിസ്റ്റം ദ ടാക്സ് വാസ് കളക്റ്റഡ് ബൈ ജമീൻദാർ. നികുതി പിരിച്ചിരുന്ന ആളുടെ പേര് ജമീൻദാർ എന്ന. പോയിന്റ് നമ്പർ 1. Zamindar was the owner of the entire land where he had the jurisdiction to collect tax. ഭൂമിയിലെ നികുതി പിരിവിന് അധികാരം ഉണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ അത് ജമീൻദാർ ആയിരുന്നു. ഫാർമേഴ്സ് വേർ പേ അപ് ടു 60% ഓഫ് yield as ടാക്സ്. കൃഷി ചെയ്യുന്നതിന്റെ 60% ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വന്നു. അടുത്ത പ്രശ്നം, ഭയങ്കര പ്രശ്നമായി കർഷകരവസ്ഥ. അടുത്ത പോയിന്റ് നോക്കി നിങ്ങൾ, ദ ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഈവൻ അറ്റ് ദ ടൈം ഓഫ് പുവർ yield. ഇനി കൃഷി നശിച്ചു പോയി എന്ന് വിചാരിക്കാം, കൃഷി നശിച്ച വിളവില്ലാത്ത അല്ലെങ്കിൽ കൃഷി നശിച്ചു പോയിട്ട് വിളവില്ലാത്ത സമയത്താണെങ്കിലും അവർ 60% ടാക്സ് കൊടുക്കേണ്ടി വന്നു അല്ലേ. ആ പോയിന്റും പഠിച്ചിരിക്കട്ടോ. ഈ 4 പോയിന്റ് ഏറ്റവും ചുരുങ്ങിയത് പഠിക്കണം. ഇൻഡിഗോ റിവോൾട്ട് അഥവാ നീലം കർഷക കലാപത്തെ കുറിച്ച് നിങ്ങളോട് ഒരു ചെറിയ കുറിപ്പ് ചോദിച്ചാൽ, അല്ലെങ്കിൽ റൈറ്റ് എ നോട്ട് ഓൺ ഇൻഡിഗോ റിവോൾട്ടിനെ കുറിച്ച് ചോദിച്ചാൽ ഏറ്റവും ഷോർട്ടാക്കി പറഞ്ഞുതരാനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഇൻഡിഗോ റിവോൾട്ട് എന്ന് നിങ്ങളെ മനസ്സിൽ വരുമ്പോൾ നിങ്ങൾ ആ ഓർമ്മയിൽ ആലോചനയിൽ വരേണ്ട കാര്യം, 1, ഇന്ത്യയിലെ എവിടെയൊക്കെയാടാ, ബംഗാള്, ബീഹാർ തുടങ്ങിയ സ്റ്റേറ്റുകളിൽ കർഷകർ എന്ത് ചെയ്തിരുന്നു? ഇൻഡിഗോ കൃഷി ചെയ്തിരുന്നു. ഇൻഡിഗോ കൾട്ടിവേഷൻ എന്തിനാ ബ്രിട്ടീഷുകാർക്ക് ഇൻഡിഗോ? അവർക്ക് ഡ്രസ്സുകൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ ഡൈയിങ് ഡ്രസ്സസ്.
ഡ്രസ്സുകൾക്ക്, വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ വേണ്ടിയാണ് അവരവരെ ഫാക്ടറികളിലേക്ക് എന്ത് കൊണ്ടുവരുന്നത്? ഈ പറയുന്ന ഇൻഡിഗോ. സോ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇന്ത്യയിലെ ഫാർമേഴ്സിനെ നേരിട്ട് കണ്ട് അവർക്ക് എന്ത് ചെയ്തു? അഡ്വാൻസ് അല്ലെ, മുൻകൂറായിട്ട് എന്ത് കൊടുക്കുകയാണ്? പേയ്മെന്റ് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെ ഭൂമിയിൽ ഏറ്റവും ഫെർട്ടൈൽ, ഏറ്റവും ഫലഭൂഷ്ടമായ മണ്ണിൽ നിങ്ങൾ എന്ത് കൃഷി ചെയ്യണം? ഇൻഡിഗോ കൃഷി ചെയ്യണം. എന്ത് കൃഷി ചെയ്യണം? നീലം കൃഷി ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഇന്ത്യയിലെ ഫാർമേഴ്സ് മുഴുവൻ ഇൻഡിഗോ അല്ലെ, ഇൻഡിഗോ കൃഷി ചെയ്യുന്നു. അവർ ഫുഡ് കഴിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന സ്ഥലമല്ല, ഫുഡ് കൃഷി ചെയ്യേണ്ട അല്ലെ, ഫുഡ് ക്രോപ്പ് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് കണ്ടെത്തുന്നു? ആർട്ടിഫിഷ്യൽ കളേഴ്സ് എന്ന് വെച്ചാൽ കൃത്രിമമായ കളറുകൾ കണ്ടെത്തുന്നു ഡ്രസ്സുകൾക്ക് നിറം നൽകാൻ വേണ്ടി. അതോടുകൂടി അവർക്ക് എന്ത് വേണ്ടാതായി? ഇൻഡിഗോ വേണ്ടാതായി. ആ കൃഷിക്ക് വേണ്ടി, ഇൻഡിഗോക്ക് വേണ്ടി മാറ്റിവെച്ച ഭൂമിയിൽ ആൾക്കാർ മുഴുവൻ പ്രശ്നത്തിലായി മാറുന്നു. അങ്ങനെ ഇൻഡിഗോ ഫാർമേഴ്സ് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരമാണ് ഇൻഡിഗോ റിവോൾട്ട് എന്ന് ഓർത്തിരിക്കുക. എവിടെയൊക്കെയാണ് അത് നടന്നിട്ടുള്ളത്, എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, സാന്താൾ കലാപത്തെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ എന്താ പഠിക്കേണ്ടത്? ആരാണ് സാന്താളുകൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓർത്തിരിക്കണം, സാന്താളുകൾ എന്നാൽ നമ്മുടെ ഇന്നത്തെ ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലുള്ള രാജ്മഹൽ കുന്നുകൾ അഥവാ രാജ്മഹൽ ഹിൽസിൽ വളരെ സന്തോഷത്തോടെ താമസിച്ച ആൾക്കാരാണ്. അവരവിടെ എന്താണ്? കായികനികൾ ശേഖരിച്ച് ഫുഡ് അല്ലെ, ഫുഡ് ഹണ്ടിങ് അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഹണ്ടിങ്, വേട്ടയാടുക അല്ലെ, അതുപോലെ എന്താണ് ഫുഡ് ഗ്യാതറിങ്, ഭക്ഷ്യ സാധനങ്ങളൊക്കെ ശേഖരിച്ച് ജീവിക്കുന്നു. അവിടേക്ക് ബ്രിട്ടീഷുകാർ കടന്നു വന്നിട്ട് അവരുണ്ടാക്കുന്ന ഒരു നിയമമുണ്ട്, ഫോറസ്റ്റ് ആക്ട് അഥവാ വന നിയമം. ഈ കാടുകളിൽ പ്രവേശിക്കാനോ അവിടുന്ന് സാധനങ്ങൾ എടുക്കണമെങ്കിലോ അവർ ബ്രിട്ടീഷുകാർക്ക് എന്ത് കൊടുക്കേണ്ടി വന്നു? നികുതി കൊടുക്കേണ്ട അവസ്ഥ വന്നു. അവസാനം ഈ പറഞ്ഞ എന്താണ് സാന്താളുകളെ പലതരത്തിലുള്ള റെയിൽവേ മേഖലയിൽ അടിമകളെ പോലെയൊക്കെ പണിയെടുപ്പിക്കാൻ തുടങ്ങി. റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കുന്നിടത്തും ഇനി സ്ലേവുകളായിട്ട് അടിമകളാക്കിയിട്ട് അല്ലെ എന്താക്കി ബ്രിട്ടീഷുകാർ ഉപയോഗിക്കാൻ തുടങ്ങി. കൂടാതെ അവരോട് വലിയ തോതിൽ ടാക്സ് ഒക്കെ വാങ്ങാൻ തുടങ്ങിയപ്പോൾ അവരെ മേലെ വന നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചപ്പോൾ 1855 സിദ്ധു ആൻഡ് ഖാനോ, സിദ്ധുവിന്റെയും ഖാനുവിന്റെയും നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള സമരം നടത്തിയ ആരാ? സാന്താൾസ്. അവരുടെ പേരാണ് സാന്താൾ റെബല്യൻ അല്ലെ. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, സാന്താൾ റെബല്യൻ നടന്ന വർഷം 1855 അല്ലെ. എവിടെ താമസിച്ചിരുന്നവരാ? രാജ്മഹൽ കുന്നുകളിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം, ഏത് നിയമങ്ങൾക്കെതിരെയാണ്? ഫോറസ്റ്റ് ആക്ട് അഥവാ വന നിയമത്തിനെതിരെയാണെന്നും നമ്മൾ ഓർത്തിരിക്കുക. അവരുടെ ലീഡേഴ്സിന്റെ പേര് സിദ്ധു ആൻഡ് ഖാനു. അതും പഠിക്കാൻ പറ്റുമല്ലോ, സിമ്പിൾ. അപ്പൊ അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ്, കുറിച്യ റെബല്യൻ വാസ് എ റെസിസ്റ്റൻസ് ബൈ ദ ട്രൈബ്സ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ. അതിന്റെ ഫുൾ മലയാളം പറഞ്ഞാൽ ബ്രിട്ടീഷ് ചൂഷണത്തിനെതിരെ ഇന്ത്യയിൽ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമാണ് കുറിച്യ സമരം അല്ലെ. സോ വാട്ട് വേർ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു കുറിച്യ റിവോൾട്ട്? കുറിച്യ കലാപത്തിലേക്ക് നയിച്ച കാരണങ്ങൾ. ആദ്യം 2 പോയിന്റ് പഠിക്കണം. കുറിച്യ കലാപത്തിന്റെ നടന്ന വർഷം 1812, 1812 പഠിക്കുമല്ലോ. അവരെ ലീഡർ ആരാന്ന് ചോദിച്ചാൽ രാമനമ്പി. ആരാണ് അവരെ ലീഡർ? രാമനമ്പി. നടന്ന വർഷവും പഠിച്ചു. ഇനി അതിലേക്ക് നയിച്ച കാരണങ്ങൾ അറിഞ്ഞിരിക്കണം. ഇംപോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ് ബൈ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാര് അവരെ മേലെ നികുതി അമിതമായി ചുമത്തിയതാ. കമ്പൽഷൻ ഫോർ പേയിങ് ടാക്സ് ഇൻ ക്യാഷ്. ഇനി നിങ്ങൾ നികുതി അടച്ചാൽ പോരാ, കാട്ടിൽ താമസിക്കുന്ന മനുഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ എന്ത് അടയ്ക്കണം? പൈസ കാണാത്ത ഇവരോട്, ക്യാഷ് കാണാത്ത ഇവരോട് നിങ്ങൾ ടാക്സ് പൈസയായിട്ട് അടയ്ക്കണം എന്ന് പറഞ്ഞു. സീസിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ്. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ചെയ്തു. എന്നതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്തത്? സമരം നടത്തിയത്. നടന്ന വർഷം 1812. ലീഡറിന്റെ പേര് രാമനമ്പി. ഈ ഒരു ചോദ്യം കൂടി പഠിക്കണം. നോക്കിയേ നിങ്ങൾ, വാട്ട് വേർ ദ സർക്കംസ്റ്റാൻസസ് അല്ലെ, വാട്ട് വേർ ദ കോസസ് അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ദ ഡിക്ലൈൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഇന്ത്യൻ തുണി വ്യവസായം നശിച്ചു പോകാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, നോക്കൂ നിങ്ങൾ, ഇന്ത്യൻ പരമ്പരാഗത വ്യവസായമായ തുണി വ്യവസായം നശിക്കാൻ കാരണം എന്തൊരു ചോദ്യം കണ്ടാൽ, ദ ഇമ്പോർട്ട് ഓഫ് മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽ ഫ്രം ബ്രിട്ടൻ. യന്ത്രനിർമ്മിത തുണിത്തരങ്ങൾ വൻതോതിൽ ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തപ്പോൾ ഇന്ത്യൻ തുണിത്തരങ്ങൾ ആളുകൾ വാങ്ങാതായി. ലോ പ്രൈസ് ഓഫ് മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽ. അവരെ സാധനങ്ങൾക്ക് വളരെ കുറഞ്ഞ വിലയായിരുന്നു, ചീപ്പ് റേറ്റ് ആയിരുന്നു. അടുത്തത് എക്സ്പാൻഷൻ ഓഫ് റെയിൽവേ. ഇന്ത്യയിൽ റെയിൽവേയുടെ വ്യാപിച്ചപ്പോൾ ഇന്ത്യയിലെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ വരെ ബ്രിട്ടീഷുകാരെ എന്ത് ചെയ്യാൻ തുടങ്ങി? സാധനങ്ങൾ എത്താൻ തുടങ്ങി. അതും നമ്മൾ സാധനം ആൾക്കാർ വാങ്ങിക്കാതിരിക്കാൻ കാരണമായി. ഹയർ ടാക്സസ് ഇമ്പോസ്ഡ് ഓൺ ദ പ്രൈസ് ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടഡ് ടു ബ്രിട്ടനിലേക്കൊക്കെ കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ അമിതമായി പൈസ ചുമത്തിയതും എന്തിനു കാരണമായി? നമ്മുടെ സാധനങ്ങൾ വിദേശ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി. എക്സ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽ. നമ്മുടെ നാട്ടിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ എന്ത് ചെയ്തു? മാക്സിമം നമ്മളെ കോട്ടൺ സാധനങ്ങൾ അവർ ആവശ്യങ്ങൾക്ക് വേണ്ടി കയറ്റി കൊണ്ടുപോയതും നമ്മുടെ നാശത്തിന് കാരണമായി. ഇത്രയും കാര്യങ്ങളും നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ കൂടിയാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈവുകളൊക്കെ കൃത്യമായി കാണണം, കൃത്യമായി പഠിക്കണം. സോ നമുക്ക് വീണ്ടും കാണാം. ബൈ.